ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് നാവിഗേഷൻ വിത്ത് നെയിംഡ് റൂട്ട്സ് ആണ്. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ നാവിഗേറ്റർ ഡോട്ട് പുഷ് മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ നാവിഗേഷൻ പഠിച്ചിരുന്നു. സോ ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് നാവിഗേറ്റർ ഡോട്ട് പുഷ് നെയിംഡ് എന്ന് പറയുന്ന മെത്തേഡാണ്. ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ചാണ് നമ്മൾ നാവിഗേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ നേരത്തെ ചാപ്റ്ററിൽ ചെയ്ത സെയിം എക്സാമ്പിളാണ്, സെയിം ആപ്ലിക്കേഷനാണ് നമ്മൾ ഇവിടെയും ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഉദാഹരണമായി ഈ ഒരു കാണുന്ന ആപ്ലിക്കേഷനാണ്. സോ നമ്മൾ പ്രൊഡക്റ്റ് പേജിൽ ക്ലിക്ക് ചെയ്യുന്നു, പ്രൊഡക്റ്റ് പേജിലോട്ട് പോകുന്നു, അതുപോലെ ബാക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹോം സ്ക്രീനിലോട്ട് വരുന്നു, അതുപോലെ എബൌട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എബൌട്ട് പേജിലോട്ട് പോകുന്നു. സോ ഈ ഒരു സെയിം ആപ്പാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച ആ ഒരു രീതിയിൽ നിന്നും കുറച്ചുകൂടി ഈസി ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് നാവിഗേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ ഇതെങ്ങനെ നമുക്ക് ഉപയോഗിക്കാമെന്ന് നോക്കാം. ഇത് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ആപ്പിലെ മറ്റു സ്ക്രീനിലോട്ട് എങ്ങനെ നാവിഗേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. സോ നമുക്ക് VS കോഡ് ഓപ്പൺ ചെയ്യാം. സോ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ അതേ എക്സാമ്പിളാണ് നമ്മൾ ചെയ്യുന്നത്. സോ നമ്മൾ VS കോഡ് ഓപ്പൺ ചെയ്യുക. VS കോഡ് ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് മെയിൻ ഡോട്ട് ഡാർട്ട് ഉണ്ടായിരിക്കും. അതുപോലെ നമ്മുടെ കഴിഞ്ഞ ചാപ്റ്ററിൽ നാവിഗേഷൻ ഡോട്ട് ഡാർട്ട് ആ ഒരു സ്ക്രീനാണ് നമ്മളിവിടെ കാണുന്നത്. ഈ ഒരു ഫയലിൽ എഴുതിയിട്ടുള്ള സ്ക്രീനാണ് നമ്മളിവിടെ കാണുന്നത്. സോ ഇത് നമ്മൾ ചെയ്യേണ്ടത്, നമ്മളിനി എക്സ്പ്ലോററിൽ പോയതിന് ശേഷം സ്ക്രീൻസിൽ വരിക. സ്ക്രീൻസിൽ വന്നതിന് ശേഷം നമ്മൾ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഹോം ഡോട്ട് ഡാർട്ട് എന്ന് പറയുന്ന പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതായിരിക്കും നമ്മുടെ ഹോം പേജ് എന്ന് പറയുന്നത്. നമ്മുടെ ഹോം പേജ് നമ്മൾ കോപ്പി ചെയ്യുന്നത് നാവിഗേഷനിലെ കോഡാണ്. സോ നമ്മളെല്ലാം സെലക്ട് ചെയ്ത് കോപ്പി ചെയ്തതിന് ശേഷം ഹോം ഡോട്ട് ഡാർട്ടിൽ വന്നതിന് ശേഷം പേസ്റ്റ് ചെയ്യുക. ശേഷം നമുക്ക് നാവിഗേഷൻ ക്ലോസ് ചെയ്യാം. സോ ഈ ഹോം ഡോട്ട് ഡാർട്ടിൽ നമ്മൾ ചെയ്യേണ്ടത്, നമുക്കിനി ഈ രണ്ട് കാര്യത്തിൻ്റെ ആവശ്യമില്ല. ഈ രണ്ട് ഫയൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സോ അതുപോലെ താഴെ വന്നതിന് ശേഷം നമുക്ക് ഈ നാവിഗേറ്റർ ഡോട്ട് പുഷ് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇതിൻ്റെ ആവശ്യമില്ല. നമ്മൾ നാവിഗേറ്റർ ഡോട്ട് പുഷ് നെയിംഡാണ് യൂസ് ചെയ്യുന്നത്, അത് നമ്മൾ പഠിക്കുന്നതാണ്. അതുപോലെ നാവിഗേറ്റർ ഡോട്ട് പുഷ് താഴെയും നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇത്രയും ഡിലീറ്റ് ചെയ്യാം. അതുപോലെ നമുക്ക് നാവിഗേഷൻ ഹോം എന്ന് പറയുന്ന ഹെഡിങ് നമുക്ക് തൽക്കാലം നെയിംഡ് റൗട്ട്സ് എന്ന് കൊടുക്കാം. നെയിംഡ് റൗട്ട്സ് സേവ് ചെയ്യാം. നെക്സ്റ്റ് ചെയ്യേണ്ടത്, നമുക്കിത് നമ്മുടെ മെയിൻ ഡോട്ട് ഡാർട്ടുമായി കണക്ട് ചെയ്യണം. സോ നമ്മളിവിടെ വന്നതിന് ശേഷം ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ വിഡ്ജറ്റിൽ അല്ല ഇതുള്ളത് നമുക്ക്. സോ നമ്മൾ സ്ക്രീൻസിൽ, സോ നമ്മുടെ മെയിൻ ഡോട്ട് ഡാർട്ട് ഫയലും സ്ക്രീൻ എന്ന് പറയുന്ന ഫോൾഡറും സെയിം ഫോൾഡറിലാണുള്ളത്. അതുകൊണ്ട് നമുക്ക് സ്ക്രീൻസ്, അതിനുശേഷം നമുക്ക് സ്ക്രീൻസ് ഡോട്ട് ഹോം ഡോട്ട് ഡാർട്ട് എന്നതുപോലെ കൊടുത്താൽ മതി. സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചേഞ്ച് ചെയ്ത ആ ഒരു ഹെഡിങ് ഇവിടെ കാണാൻ സാധിക്കും. അതിനർത്ഥം നമ്മൾ സക്സസ്ഫുള്ളി നമ്മുടെ ഈ ഒരു വിഡ്ജറ്റ് നമ്മുടെ മെയിൻ ഡോട്ട് ഡാർട്ട് ഫയലുമായി നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഇപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വർക്കാവില്ല, കാരണം നമ്മൾ അതിലൊന്നും കൊടുത്തിട്ടില്ല. അതിലുണ്ടായിരുന്നു, നമ്മൾ ഡിലീറ്റ് ചെയ്തു. സോ ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഇനി റൗട്ട് ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ ഇനീഷ്യൽ റൗട്ട് കൊടുക്കണം. സോ നമ്മൾ മെറ്റീരിയൽ ആപ്പ് എന്ന് പറയുന്ന ഈ ഒരു ആപ്പിനുള്ളിൽ വരിക. ഓക്കെ, സോ ഇതിനുള്ളിൽ വന്നതിന് ശേഷം നമ്മൾ ഇനീഷ്യൽ നെയിംഡ് റൗട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഹോമിൻ്റെ ആവശ്യമില്ല. ഹോം നമുക്ക് തൽക്കാലം ഡിലീറ്റ് ചെയ്യാം. ഒരു കാര്യം കൂടി ചെയ്യാം. ഹോമിൽ പോയതിന് ശേഷം നമുക്ക് മൈ വിഡ്ജറ്റ് എന്ന് പറയുന്ന ഈ ഒരു വിഡ്ജറ്റിനെയും നമുക്ക് ഹോം വിഡ്ജറ്റ് എന്ന് കൊടുക്കാം. സോ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം റീനെയിമിൽ ക്ലിക്ക് ചെയ്യുക. നമുക്കിവിടെ ഹോം വിഡ്ജറ്റ് എന്ന് കൊടുക്കാം. ഹോം വിഡ്ജറ്റ്. അപ്പോൾ അതിൻ്റെ ക്ലാസ്സിൻ്റെ ആ പേര് എവിടെയൊക്കെ ഉണ്ട് അതെല്ലാം നമുക്ക് ചേഞ്ച് ആവുന്നതായിരിക്കും. ഹോം വിഡ്ജറ്റ് ആവുന്നതായിരിക്കും. സേവ് ചെയ്യാം. ശേഷം നമ്മൾ മെയിൻ ഡോട്ട് ഡാർട്ടിൽ വരിക. മെയിൻ ഡോട്ട് ഡാർട്ടിൽ വന്നതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമ്മളിവിടെ റൗട്ട്സ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി, ഈ പ്രോപ്പർട്ടി റിസീവ് ചെയ്യുന്നത് ഒരു മാപ്പാണ്. നമുക്കറിയാം മാപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ ഡയറക്റ്റ് പ്രോഗ്രാമിങ്ങിൻ്റെ ട്യൂട്ടോറിയൽ പഠിച്ചിട്ടുണ്ട്. സോ നമ്മൾ ഒരു കർലി ബ്രാക്കറ്റ് കൊടുക്കുക. ഇതിനുള്ളിൽ നമ്മൾ കീ വാല്യൂ പെയേഴ്സ് ആയിട്ട് നമ്മുടെ റൗട്ട്സ് കൊടുക്കുക. സോ നമ്മുടെ ആദ്യത്തെ റൗട്ട് എന്ന് പറയുന്നത് ഹോമാണ്. സോ ഹോമിന് നമ്മൾ ഹോം എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ തൽക്കാലം സാധാരണ കൊടുക്കുന്ന രീതിയിൽ നമ്മൾ // ഇതുപോലെ കൊടുക്കാം, കോളൻ കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ അതിൻ്റെ വാല്യൂ എന്താണ് നമ്മൾ കൊടുക്കുന്നത്, നമ്മൾ കോൺസ്റ്റൻ്റ് എന്ന് കൊടുക്കാം, കോൺസ്റ്റൻ്റ്. അതിനുശേഷം നമ്മുടെ വിഡ്ജറ്റിൻ്റെ പേര് കൊടുക്കാം. വിഡ്ജറ്റിൻ്റെ പേരെന്ന് പറയുന്നത് ഹോമിൽ നമ്മൾ ഹോം വിഡ്ജറ്റ് എന്നായിരുന്നു, ഹോം വിഡ്ജറ്റ്. ഇതുപോലെ ഹോം വിഡ്ജറ്റ് എന്ന് കൊടുക്കുക. അതുപോലെ രണ്ടാമത്തെ റൗട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. താഴെ വരിക. രണ്ടാമത്തെ റൗട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പായി നമുക്ക് ആ രണ്ട് റൗട്ട് കൂടി ഇവിടെ ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ താഴോട്ട് ഇതുപോലെ കൊടുക്കുക. സോ നമുക്ക് ഹോം ഡോട്ട് ഡാർട്ടും അതുപോലെ പ്രൊഡക്റ്റ് ഡോട്ട് ഡാർട്ട് അതുപോലെ നമുക്ക് എബൌട്ട് ഡോട്ട് ഡാർട്ട് ആ 3 ഫയൽ നമുക്ക് ഇതുപോലെ ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. ശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ സേവ് ചെയ്തുകൊണ്ടാണ് എറർ വന്നത്. സോ നമ്മൾ നമ്മുടെ മെയിൻ ഡോട്ട് ഡാർട്ടിൽ വരിക. സോ ഇവിടെ // പകരമായി നമുക്ക് വേണ്ടത് പ്രൊഡക്റ്റ് പേജാണ്. സോ നമ്മളിവിടെ // പ്രൊഡക്റ്റ് എന്ന് കൊടുക്കുന്നു. അതിനുശേഷം അതിൻ്റെ ഹോം വിഡ്ജറ്റിന് പകരമായി പ്രൊഡക്റ്റിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്നത് പ്രൊഡക്റ്റ് സ്ക്രീൻ എന്നായിരുന്നു. ആ പേര് ഇവിടെ കൊടുക്കുക.
ഇത് കഴിഞ്ഞ ചാപ്റ്ററിൻ്റെ തുടർച്ചയാണ്. അതുകൊണ്ട് നമ്മൾ ഈ പ്രൊഡക്റ്റ് സ്ക്രീനൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ക്രിയേറ്റ് ചെയ്തതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ ചാപ്റ്റർ കണ്ടതിന് ശേഷം ഇത് കാണുക. അതിനുശേഷം നമ്മൾ എബൌട്ട് പേജ്. സോ നമ്മൾ അതിൻ്റെ സ്ക്രീനിൻ്റെ പേര് വിഡ്ജറ്റിൻ്റെ പേരെന്ന് പറയുന്നത് എബൌട്ട് സ്ക്രീൻ എന്നായിരുന്നു. എബൌട്ട് സ്ക്രീൻ എന്ന് ഇതുപോലെ കൊടുക്കുക. ഇപ്പോൾ നമ്മൾ റൗട്ട്സ് ക്രിയേറ്റ് ചെയ്തു. സോ നമ്മൾ ഹോം നമ്മൾ ഡിലീറ്റ് ചെയ്യണം. നമ്മൾ റോഡ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ, നെയിംഡ് റോഡ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഹോം പ്രോപ്പർട്ടി ഉപയോഗിക്കാൻ പാടില്ല. സോ നമ്മൾ മെറ്റീരിയൽ ആപ്പിലാണ് കൊടുക്കുന്നത്, മെറ്റീരിയൽ ആപ്പിൻ്റെ വിഡ്ജറ്റിനുള്ളിലാണ് കൊടുക്കുന്നത്. അതുപോലെ അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇനീഷ്യൽ റൗട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹോം പേജ് ഏതായിരിക്കണം. നമുക്ക് ജസ്റ്റ് ഈ ഒരു // ഇതുപോലെ കൊടുത്താൽ മതി. // ഈ ഒരു രീതിയിൽ കൊടുക്കുക. സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഫോർവേഡ് കണ്ടിന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. നമ്മുടെ യൂസ്ഡ് ഓൺ എ നൾ വാല്യൂ നമുക്കൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. സോ റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എറർ പോകുന്നതായിരിക്കും. സോ നമ്മൾ നേരത്തെ സേവ് ചെയ്തുകൊണ്ടാണ് ആ എറർ വന്നത്. സോ റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എറർ പോകുന്നതായിരിക്കും. സോ നമ്മൾ സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹോം പേജ് ലഭിക്കും. സോ ഇപ്പോൾ നമ്മളിവിടെ കാണുന്ന ഹോം പേജ് എന്ന് പറയുന്നത് നമ്മുടെ home.dartലെ പേജാണ്. സോ നമുക്ക് ഇനി പ്രൊഡക്റ്റ് പേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് പേജിലോട്ട് പോകണം. എബൌട്ട് പേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എബൌട്ട് പേജിലോട്ട് പോകണം. സോ നമുക്ക് home.dartൽ വരാം. പ്രൊഡക്റ്റ് പേജ് എന്ന് പറയുന്ന ആ ഒരു ബട്ടൻ്റെ ഓൺ പ്രസ്ഡ് എന്ന് പറയുന്ന ഇവൻറ്റിനുള്ളിൽ വരാം. സോ നമ്മൾ നേരത്തെ കൊടുത്തിരുന്നത് navigator.push മെത്തേഡായിരുന്നു. അതിനുശേഷം നമ്മൾ കുറച്ച് കൂടെ എഴുതിയിരുന്നു. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇനി ഒറ്റ ലൈനിൽ തന്നെ കാര്യം നമുക്ക് കൊടുക്കാൻ സാധിക്കും. സോ നമ്മൾ navigator.push named എന്ന് കൊടുക്കാം. push named. ഇതിനുള്ളിൽ നമുക്ക് കോണ്ടെക്സ്റ്റ്, അതിനുശേഷം റൗട്ട് നെയിം. സോ അതിനുശേഷം നമ്മൾ കൊടുക്കേണ്ടത് റൗട്ട് നെയിം ആണ്. റൗട്ട് നെയിം നമ്മൾ main.dartൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം. നമ്മളിവിടെ കൊടുത്ത നെയിം എന്ന് പറയുന്നത് // ആണ്, സ്ട്രിങ് // ആണ്. അതിനുള്ളിൽ നമ്മൾ നമ്മുടെ ഹോം വിഡ്ജറ്റ് സോ നമ്മളിവിടെ കൊടുത്തിട്ടുള്ള റൗട്ട് നെയിം എന്ന് പറയുന്നത് // പ്രൊഡക്റ്റ് ആണ്. സോ അതാണ് പ്രൊഡക്റ്റ് സ്ക്രീൻ. ആ ഒരു നെയിമാണ് നമ്മൾ പ്രൊഡക്റ്റ് സ്ക്രീൻ എന്ന് പറയുന്ന വിഡ്ജറ്റിന് കൊടുത്തിട്ടുള്ളത്. സോ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ home.dartൽ വന്നതിന് ശേഷം നമ്മളിവിടെ ആ റൗട്ട് നെയിം കൊടുക്കുക. റൗട്ട് നെയിം എന്ന് പറയുന്നത് // ആയിരുന്നു. സിമ്പിളി ഒരു // നമ്മൾ സ്ട്രിങ് ആയി കൊടുക്കുക, സെമിക്കോളൻ കൊടുക്കുക. സേവ് ചെയ്യാം. ഇനി നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് പേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സോ നമുക്ക് പ്രൊഡക്റ്റ് പേജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഹോം പേജ് തന്നെയാണ് ഓപ്പൺ ആവുന്നത്. ഓക്കെ. സോ നമ്മളിവിടെ // കൊടുത്തത് കൊണ്ടാണ് ഹോം പേജ് ഓപ്പൺ ആയി വന്നത്. സോ നമ്മളിവിടെ പ്രൊഡക്റ്റ് എന്ന് കൊടുക്കാം. // പ്രൊഡക്റ്റ്. സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം പ്രൊഡക്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റ് പേജ് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ബാക്കിലോട്ട് ക്ലിക്ക് ചെയ്യാം. അതുപോലെ നമ്മൾ എബൌട്ട് പേജിൻ്റെത് കൊടുക്കാം. സോ നമുക്ക് ഇത്രയും കാര്യം ഇവിടുന്ന് കോപ്പി ചെയ്യാം. സോ നമുക്ക് നോക്കിയാൽ കാണാം, നമ്മൾ മുമ്പ് കഴിഞ്ഞ ചാപ്റ്ററിൽ നാവിഗേഷന് വേണ്ടി ഒരുപാട് കോഡ് ഉപയോഗിച്ചിരുന്നു. സോ നമുക്ക് ആ സംഭവം ഒരു സിംഗിൾ ലൈനിൽ ഇവിടെ കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. സോ നമ്മൾ ഓൺ പ്രസ്ഡിനുള്ളിൽ വരിക. എബൌട്ട് പേജിൻ്റെ ഓൺ പ്രസ് ഇവൻറ്റിനുള്ളിൽ വന്നതിന് ശേഷം നമ്മളിവിടെ navigator.push named // അവിടെ എന്താണോ നമ്മൾ പേര് കൊടുത്തത് എബൌട്ട് എന്ന് കൊടുക്കാം. ഇതുപോലെ സ്ട്രിങ് ആയി കൊടുക്കുക. സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം നമ്മൾ പ്രൊഡക്റ്റ് പേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രൊഡക്റ്റ് പേജിലോട്ട് പോകുന്നതായിരിക്കും. അതുപോലെ എബൌട്ട് പേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എബൌട്ട് പേജും ഓപ്പൺ ആവുന്നതായിരിക്കും. ഈ ഒരു രീതിയിൽ നമുക്ക് നെയിംഡ് റൗട്ട് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ നാവിഗേഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. മുമ്പ് പഠിച്ചതിൽ നിന്നും വ്യത്യസ്തമായി നമ്മളിവിടെ ഉപയോഗിക്കുന്നത് പുഷ് നെയിംഡ് എന്നാണ്. അതുപോലെ നമുക്ക് ഒരു സ്ക്രീൻ ക്ലോസ് ചെയ്യുന്നതിന് നമ്മൾ ഹോമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിലോട്ട് പോകും. സോ നമ്മൾ നേരത്തെ പഠിച്ചതായിരുന്നു. പ്രൊഡക്റ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കോഡ് കാണാൻ സാധിക്കും. ജസ്റ്റ് navigator.pop മെത്തേഡ് ഉപയോഗിച്ചാൽ മതി. സോ എബൌട്ടിൽ പോയതിന് ശേഷം നമ്മൾ ഹോമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷൻ കോൾ ആവുന്നതായിരിക്കും. navigator.pop കോണ്ടെക്സ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഓപ്പൺ ആയിരിക്കുന്ന സ്ക്രീൻ ക്ലോസ് ആവുന്നതായിരിക്കും. അതിൻ്റെ പ്രീവിയസ് സ്ക്രീനിലോട്ട് ഇത് വരുന്നതായിരിക്കും. സോ ഈ രീതിയിൽ നമുക്ക് നെയിംഡ് റൗട്ട് ഉപയോഗിച്ച് നമ്മുടെ നാവിഗേഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും.